ഞാൻ ഇവിടെ അവലെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ 3 സ്പൂൺ നെയ്യ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് അവലിട്ട് കൊടുക്കാം. അപ്പോൾ അവലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല തീ വെക്കരുത് കേട്ടോ, കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. അപ്പോൾ നമ്മൾ അവലൊന്ന് എടുത്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു വരും, ആ പാകമാണ്. അവലൊന്ന് ശരിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് ഞാൻ 2 ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ബിസ്ക്കറ്റും കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് ജാറിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞ് നമുക്കിനി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിൽ നട്ട്സ് വല്ലതും ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. ചൂടാക്കിയ സമയത്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചേർക്കാൻ ഏറ്റവും നല്ലത് ഏത്തപ്പഴം ആവിച്ച് അത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് മുന്നേ ഇതും കൂടെ 2 സ്പൂണോ ആവശ്യത്തിന് ഇട്ട് അടിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ്.